പിണറായി വിജയൻ അധികാരം ഒഴിയുമ്പോൾ കോടികളുടെ കടമാണ് ബാക്കി വെക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്താണ് LDF സർക്കാർ പുറത്തുപോകുന്നത്. പൂച്ച പെറ്റുകിടക്കുകയാണ് ഖജനാവിൽ. എന്നിട്ടും കോടികൾ ചിലവിട്ട ഫ്ലക്സുകൾ വെക്കുന്നു എന്നും സതീശൻ പറഞ്ഞു. ഖജനാവിൽ പൂച്ച പെറ്റിടക്കുകയാണ്. 5 പൈസയില്ല, കടം കയറി മുടിഞ്ഞിരിക്കുക. അപ്പോഴാണ് കോടികൾ മുടക്കി PR ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ട്രൈബൽ കോളനിയിൽ വിതരണം നടത്തുകയാണ്. എന്തൊരു നാണം കെട്ട രീതിയിലാണ് ഭരണ സൗകര്യങ്ങൾ ഇവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അതും ചോദ്യം ചെയ്യും. വളരെ ഗൗരവതരമായി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് കോടതി വിധി. ഇന്ന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റെക്കോർഡും അത് തന്നെയാണ്. സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി പണം എടുത്തിട്ട് സർവേ നടത്തുക. ആ സർവേ നടത്തിയിട്ട് തുടർ ഭരണം ഉറപ്പാക്കണം. സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കിളിൽ നടക്കുന്നു. DYFIക്കാരെയും CPM-കാരെയും വോളണ്ടിയർമാരാക്കുന്നു. നമ്മുടെ നികുതി പണം എടുത്തിട്ട് DYFIക്കാർക്കും CPM-കാർക്കും കൊടുക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു, നിങ്ങൾ പോയി നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കണമെന്ന്. നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം കെട്ട പരിപാടിയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തത്. ശബരിമല കൊള്ളയിൽ പ്രതികളെല്ലാവരും പുറത്തിറങ്ങാനുള്ള സൗകര്യം നൽകുന്നു. തെളിവുകൾ ഇല്ലാതാവുമോ എന്ന ആശങ്കയുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ബാറുകളുടെ സമയം കൂട്ടിയ നടപടി വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. ദൗർഭാഗ്യവശാൽ ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തു. ടൂറിസം കേന്ദ്രങ്ങൾക്ക് മാത്രമാണോ മറ്റു ബാറുകൾക്ക് വ്യാപകമായിട്ടാണോ എന്ന് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണം. എല്ലാവർക്കും ലൈസൻസ് നൽകുന്നു. മദ്യം ഇത്തരത്തിൽ വ്യാപകമാക്കുന്നത് ദോഷം ചെയ്യും. ഇലക്ഷൻ വരുന്നതിന് മുൻപ് ഇത്തരത്തിൽ പ്രഖ്യാപിച്ചത് ശരിയല്ല. മദ്യം കുറച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ തുറന്നത് 1000-ഓളം ബാറുകളാണെന്ന് സതീശൻ പരിഹസിച്ചു. നാണം കെട്ട തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നത്. നവകേരള സർവേയിൽ കോടതി തീരുമാനം പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുന്നു. നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള ശ്രമമാണ് കോടതി തടഞ്ഞത്. നമ്മുടെ നികുതി പണമെടുത്ത് DYFIക്കാർക്ക് കൊടുക്കുകയാണ്. വളണ്ടിയർമാരായി അവരോട് ഇറങ്ങാൻ നിർദ്ദേശിക്കുന്നു. സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ട്രൈബൽ മേഖലകളിൽ ലഘുലേഖ വിതരണം നടത്തുന്നുവെന്നും സതീശൻ പറഞ്ഞു.